ഈ മാപ്രകള് ഈ പ്രൈവറ്റ് ബസ്സുകാരെ മാത്രം ഇങ്ങനെ ഈ തേജോവധം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. കാരണം അവര് KSRTC ഇടിച്ചിരുന്നൊരു കുട്ടി മരിച്ചു. പക്ഷെ അവർക്കത് എന്തോ പോലെ നിഷ്പ്രയാസമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ 50 അടി താഴ്ചയില്ല, ചില വാർത്തക്കാർ പറയുന്നുണ്ട് 40 അടി താഴ്ചയുള്ളൂ. അപ്പോൾ ഇനിയും കുറഞ്ഞ് വന്നിട്ട് ഒരു 10 അടി താഴ്ച എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഈ KSRTC അപകടം ഉണ്ടാക്കണ മാതിരി പ്രൈവറ്റ് ബസ്സുകാർ ഒരിക്കലും അപകടം ഉണ്ടാക്കുന്നില്ല. വാർത്ത വായിക്കുന്ന മാപ്രകളുണ്ടല്ലോ, വാർത്താ ചാനലുകാര്, അത് എല്ലാ ചാനലും ഉണ്ട്. അപ്പൊ അവരൊന്നത് എടുത്തു പറയില്ല. കാരണം അത് സർക്കാരിന്റെ വാഹനത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കത് പ്രശ്നം തന്നെയാണ്. ഞാനിത് പ്രൈവറ്റ് ബസ്സുകാരെ എനിക്ക് കാശും കാര്യങ്ങളും ഒന്നും തരുന്നില്ല. പക്ഷെ ഇത് നമ്മൾ ഒരാളെ നമ്മൾ ഒരു സമൂഹത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ തരം താഴ്ത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ജനങ്ങളായാലും ആരായാലും നമ്മളതിന് കൂട്ടു നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് KSRTC ബസ്സിൽ നിങ്ങൾ ഈ ഇതേമാതിരി വല്ല ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ചേട്ടൻ്റെ പേരെന്താ? അനീഷ്. ആ, കാക്കുൻ്റെ പേരെന്താ? സന്തോഷ്. എൻ്റെ പേര് മുരളി. പിന്നെയും നമ്മൾ ഈ മരുഭൂമിയിൽ തന്നെ കേട്ടോ. ഇന്ന് വലിയൊരു ദുഃഖവാർത്ത ഉണ്ടായി. നമ്മുടെ കേരളത്തില് എല്ലാവരും ദിവസേന നമ്മളിപ്പോ ദുഃഖവാർത്ത കേട്ടാണല്ലോ ജീവിക്കണത് അല്ലേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മെയിനായിട്ടും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് ദിവസവും ഈ ബസ്സിന്റെ അപകടങ്ങൾ, അതേപോലെ KSRTC അത് മാത്രമേ ഉള്ളൂ. ഈ മാപ്രകളെ കൊണ്ടാണ് ആകെ കുടുങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മാപ്രകള് ഈ പ്രൈവറ്റ് ബസ്സുകാരെ മാത്രം ഇങ്ങനെ ഈ തേജോവധം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. കാരണം അവര് KSRTC ഇടിച്ചിരുന്നൊരു കുട്ടി മരിച്ചു. ആ ബസ്സിന്റെ ടയറിന്റെ അടിയിൽ പൊട്ടിട്ടാണ് ആ കുട്ടി മരിച്ചത്. ആ ബസ് ഉയർത്താൻ കഴിഞ്ഞില്ല. ബസ് ഉയർത്താൻ സമയം വൈകിയതുകൊണ്ട് ആ കുട്ടി ശ്വാസം മുട്ടി മരിക്കാണ്ടായത്. പാവം പെടഞ്ഞ് മരിച്ചു. ഇതൊന്നും നമ്മുടെ ഗണേഷ് കുമാർ കാണുന്നില്ല. അതായത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി, അയാൾ ഘോരം ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സിൽ ക്യാമറ വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം. അല്ല, ഇയാൾ എവിടെ പോയി ചത്തുക്കാണാവോ? അങ്ങനെ തന്നെ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ബസ്സിലുള്ള ആളുകളും അതേപോലെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ ആരും ഈ പ്രൈവറ്റ് ബസ്സിൽ പോവില്ല, KSRTCയിലും പോവില്ല. അവർക്കൊക്കെ സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ട്. അതേപോലെ ഈ മാപ്ര പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ വായിക്കുന്ന റിപ്പോർട്ടർ ചാനലില്, റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടറിന്റെ ചാനലല്ല ഉദ്ദേശിക്കുന്നത്, വാർത്ത വായിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ വാർത്തയ്ക്ക് ന്യൂസ് സെന്ററിലേക്ക് വാർത്തകൾ വാക്കുകളായിട്ട് എത്തിക്കുന്ന ആൾക്കാർ, അവരൊരിക്കലും ഈ പ്രൈവറ്റ് ബസ്സിൽ ഇല്ലെങ്കിൽ KSRTC ബസ്സിൽ അവർ പോവില്ല. അവർ ഓട്ടോറിക്ഷയ്ക്ക് കൂടി പോവില്ല. അതായിരിക്കും, അതാണ് സത്യം. അപ്പോൾ അവർക്ക് അപകടം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്ത് തൊള്ളേ തോന്നി തെമ്മാടിത്തരം പറയാം. നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സും ഓട്ടോറിക്ഷയും കിട്ടുന്ന ബൈക്കും അതേപോലെ ഇനി എന്ത് വണ്ടിയാണോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നാത്ത കാര്യം, സാധാരണക്കാരുടെ കാര്യം. അപ്പോൾ അവർ കിട്ടിയ ബസ്സിന് പോവും. അവർക്ക് ആവശ്യങ്ങളാണല്ലോ വലുത്.
അതിനിപ്പോൾ KSRTC ആണോ, പ്രൈവറ്റ് ആണോ, ഓട്ടോറിക്ഷയാണോ, ഇല്ലെങ്കിൽ ഏത് വാഹനമാണോ എന്ന് അവർ ചിന്തിക്കില്ല. അവർക്ക് പെട്ടെന്ന് എത്തണം. അതാണ് ഇപ്പോൾ ഓരോ സാഹചര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ചിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യുമ്പോൾ നാണവും മാനവും ഇല്ലേ? അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യം, ആ കുടുംബത്തിലെ ആ മാതാപിതാക്കളെ സങ്കടം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ KSRTC ഇതാ എൻ്റെ മുന്നിൽ കോഴിക്കോട് KSRTC ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയാൻ കഴിയില്ല. എന്നാലും വിശദമായിട്ട് ഇന്നൊരു പരിപാടി ഉണ്ട്, അത് നടക്കില്ലെന്ന്. ഇന്നേ നമ്മുടെ പൊതുനിരത്തുകളിൽ കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്നത് ആരാന്ന് ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ബൈക്കുകാരാണ്, രണ്ടാമത്തത് കാറാണ്, മൂന്നാമത്തത് KSRTC ആണ്. പക്ഷേ ഇതിലെല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ KSRTC ആണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ബസ്സുകാർ ദുർലഭമായിട്ടുള്ള അപകടങ്ങൾ മാത്രമാണ്. കാരണം അവരെ വാഹനത്തിൽ ക്യാമറ ഉണ്ട്. അതുകൊണ്ട് അപകടം ഉണ്ടായാൽ പോലും മാപ്രകൾ, അതായത് വാർത്ത വായിക്കുന്ന മാപ്രകളുണ്ടല്ലോ, വാർത്താ ചാനലുകാർ, അത് എല്ലാ ചാനലും ഉണ്ട്. അപ്പം അവരൊന്നത് എടുത്ത് പറയില്ല. കാരണം അത് സർക്കാരിൻ്റെ വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് പ്രശ്നം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനല്ലേ അധികം ഈ ബസ് ഇതൊക്കെ ഓട്ടോറിക്ഷകളൊക്കെ അധികം ഓട്ടം വിളിക്കലും അതിൽ കയറിപ്പോകലൊക്കെ. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ആൾക്കാർ ഒരിക്കലും ഈ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവേ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് പോവുക, KSRTC ബസ് പോവുക, അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല. കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. അതുകൊണ്ട് മാപ്രകളുടെ കയ്യിലും പൈസ ഉണ്ട്. ഈ ന്യൂസുകാരെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞു. ഈ മാപ്ര കാരണം അത് സോഷ്യൽ മീഡിയ മൊത്തം പറഞ്ഞ വാക്കാണ്, ഞാൻ പറഞ്ഞ വാക്കല്ല. അപ്പോൾ അവരൊന്നും ഈ KSRTC ബസ് പോണ ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അപകടം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല, പരിക്കും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരനാണ് ഇപ്പോൾ ചെണ്ട. കാരണം എന്ത് അപകടം പറ്റിയാലും എങ്ങനെ പറ്റിയാലും ഒരു കുഴപ്പമില്ല, ചാവട്ടെ, അല്ലെങ്കിൽ അപകടപ്പെടുത്തുന്നവൻ വിജയിക്കട്ടെ, പരിക്ക് പറ്റിക്കിടക്കുന്നവൻ കിടക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചിന്താഗതി. ഇപ്പൊ ഒന്ന് ഒരു കാട്ടാന കുത്തിമറിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ തവിട് കൂടിയായി. അത് പഴയ ഓട്ടോറിക്ഷയാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തവിട് കൂടിയാവേണ്ട പരിപാടിയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപകടപ്പെട്ടാലും മരിച്ചാലും ഒന്നും കിട്ടില്ല. നേരെ മറിച്ച് പുറത്തായിരുന്നെങ്കിൽ, തമിഴ്നാട് അതേപോലെ പുറത്തുള്ള സ്ഥലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാരിതോഷികമായിട്ട് നമുക്ക് ചെലവിലുള്ള പൈസയൊന്നും കിട്ടിയിരുന്നു. ഇത് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇന്ന് എന്ത് സർക്കാരാണിത്? ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബം പിന്നീട് ജീവിക്കണ്ടേ? അല്ല, കുടുംബത്തിന് എന്തൊക്കെ ചെലവുണ്ടാവും, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇതൊന്നും കൊടുക്കാതെ വെറുതെ ഒരു ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. എനിക്ക് കാറുകാർക്കാണ് ധൃതി പറഞ്ഞത് തന്നെയാണ്. നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അവരെ വിചാരം അഹങ്കാരമാണെന്നാണ്. അപ്പോൾ എന്നും പതിവ് പോലെ ഞാൻ നമ്മളെ നൊട്ടമലയിൽ നിന്ന് തുടങ്ങാനാണ്. നൊട്ടമല പറയുമ്പോൾ എന്താ അറിയോ, നമുക്ക് പിന്നെ എന്തും വിളിച്ചു പറയാം, കാര്യങ്ങൾ മാത്രം. എന്താണ് മനുഷ്യൻ ഇങ്ങനെ ഈ പോയതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണല്ലോ ഇപ്പോൾ എല്ലാവരും പെരുമാറുന്നത്. എന്ത് ലോകാണ്, നാടകമേ ഉലകം. അതാ വരുന്നൊരു KSRTC. സുഹൃത്തുക്കളെ,
ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെല്ലിപ്പുഴയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ദാരുണമായൊരു വിവരം കേൾക്കണ്ടായി, ന്യൂസുകാർ പറയണ്ടായി. പിന്നെ എറണാകുളം ഇടുക്കി കട്ടപ്പന റോഡിൽ വെച്ചിട്ട് ഒരു KSRTC മറിഞ്ഞിട്ട് ഒരു കുട്ടി ടയറിൻ്റെ അടിയിൽ പെട്ട് മരിക്കേണ്ടായി. അപ്പോൾ അത് പിന്നെ ഈ വാർത്താ ചാനലുകാരൊക്കെ വേറെ രീതിയിലാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് 50 അടി താഴ്ച ഉണ്ടായിരുന്നു, ഒരു കൊക്കയിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നതാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ 50 അടി എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയൊരു താഴ്ചയായിട്ടാണ് തോന്നുന്നത്. അവരങ്ങനെ അത്ര എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എന്തോ പോലെയാണ് അവർ പറഞ്ഞത്. നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പം 50 അടി പറയുമ്പോൾ ഇപ്പം ഈ പാലത്തിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10 അടി താഴ്ചയുണ്ട്. ഈ 10 അടി താഴ്ചയിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കയ്യും കാലും ചിലപ്പോൾ ഒടിയും, ഉളുക്കും ചതക്കും ഒക്കെ എല്ലാതും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവർക്കത് എന്തോ പോലെ നിഷ്പ്രയാസമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ 50 അടി താഴ്ചയില്ല, ചില വാർത്തക്കാർ പറയുന്നുണ്ട് 40 അടി താഴ്ചയുള്ളൂ. അപ്പോൾ ഇനിയും കുറഞ്ഞ് വന്നിട്ട് ഒരു 10 അടി താഴ്ച എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഈ KSRTC അപകടം ഉണ്ടാക്കണ മാതിരി പ്രൈവറ്റ് ബസ്സുകാർ ഒരിക്കലും അപകടം ഉണ്ടാക്കുന്നില്ല. കാരണം അവർ ആ വാഹനത്തിൽ ക്യാമറ ഉണ്ട്, ക്യാമറ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ക്യാമറയും കൊണ്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. ആ ബസ്സിൻ്റെ അത്രയും സെക്യൂരിറ്റി ആയിട്ടാണ് അവർ പിന്നെ യാത്രക്കാരെ കൊണ്ട് പോകുന്നത്. കാരണം വൈകുന്നേരത്തെ അവർക്ക് ഭക്ഷണം കഴിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. പിന്നെ ഈ KSRTC ഡ്രൈവർമാർ പറഞ്ഞാൽ ഒക്കെ ഈ പിൻവാതിൽ വഴി മാത്രം ജോയിൻ ചെയ്ത ഡ്രൈവർമാരായിരിക്കാം. കാരണം അരമുറി ഡ്രൈവിംഗ് കൊണ്ട് ആൾക്കാരെ ബഹുമാനിക്കാൻ കഴിയാതെ, ആൾക്കാരെ പിന്നെ എന്താ പറയുക, ഒരു നമ്മൾ പുച്ഛത്തോടു കൂടി നോക്കുക, വർത്തമാനം പറയുക. ഈ കണ്ടക്ടർമാരെയൊക്കെ ഞാൻ ഈ പട്ടപ്പാടിക്കും പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ തന്നെ അവർ പിന്നെ യാത്രക്കാരോട് മോശമായിട്ടുള്ള രീതിയിൽ നിന്നല്ല, ഒരു മോശമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ പെരുമാറൽ ഞാൻ പലവട്ടം കാണാറുണ്ട്. നമുക്കിപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ അവരെ കൂടെ ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം സർക്കാരിനെ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. നമുക്ക് പേടി അല്ല ആണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മൾ എവിടെയായാലും ഒരു ദിവസം ഇവിടം വിട്ട് പോകേണ്ട ആൾ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് എന്താ ചോദിക്കേണ്ടത്, എനിക്ക് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. സാറ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അറിയാത്ത ഭാവം നടിക്കാവും. കാരണം പോയത് ഒരു കുടുംബത്തിനാണ്. ആ കുടുംബത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു വേദന തന്നെയാണ്. കാരണം ആ ഒരു കുടുംബത്തിലെ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ പോവാന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എത്രത്തോളം വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാവും നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം എടുത്തു പറയട്ടെ. ഈ പ്രൈവറ്റ് ബസ്സുകാരെ കൂടെ എപ്പോഴും തുണയ്ക്ക് ഒരു KSRTC ബസ് കാണാം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നും കൂടി ഈ ഗണേഷ് കുമാർ സാറ് ഈ നമ്മുടെ പ്രേക്ഷകരോട്, എൻ്റെ പ്രേക്ഷകരോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്നാൽ മാത്രമാണ് അവർക്കതൊന്നൊരു ഉൾക്കൊള്ളാനും അവർക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാനും കൂടി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വെറുതെ ക്യാമറയുടെ മുന്നിൽ, ഇല്ലെങ്കിൽ ഞാൻ രാവിലത്തെ ന്യൂസ് ചിലപ്പോൾ കേൾക്കാറുണ്ട്, അധികം കേൾക്കാറില്ല. ഈ ശ്രീകണ്ഠൻ നായരെ ഒക്കെ ഈ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് അധികം കാണില്ല. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. ഇവർ ഒക്കെ ഈ സർക്കാരിനെ പൊക്കി പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ അതീതനയിലുള്ള ഓരോ കാര്യങ്ങൾ മാത്രമാണ് ഇവർ അധികം എടുത്ത് പറയാതെ. എന്താ കൊണ്ട് കാര്യം, മനുഷ്യന്മാർക്ക് പറ്റുന്ന നല്ല രീതിയിലുള്ള ജോലിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളോ അവർക്ക് റീച്ചും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ന്യൂസുകാർ കാര്യമായിട്ട് രാവിലെ പുറപ്പെട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, വെറുതെ ഒരു കാര്യമില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ കാര്യം പോട്ടെ, അതല്ല, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു കടയിൽ തന്നെ നമ്മൾ ചായ കുടിക്കുകയെന്നുണ്ടെങ്കിൽ ആ കട മാത്രം തേടി പോവാതെ വേറെ എത്ര കടകളുണ്ട്, അത് നമ്മൾ തേടി പോവാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ്. ഈ സാധാരണക്കാരനും പിന്നെ ഞാൻ വേറെന്ന് പറയട്ടെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇല്ലെങ്കിൽ പണക്കാർ ഒരിക്കലും KSRTC ബസ് കയറുക എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു അവലൻസും മറ്റതും മറിച്ചതും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളും, അവർക്ക് ചാർജ് എത്ര കമ്മിയായിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പിന്നെ പൈസയുടെ കാര്യം അത് അത്രയും കമ്മിയായിട്ടുണ്ടാവും. അത് തന്നെ ഇപ്പം അതിന് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സൗജന്യ യാത്രയുടെ ഒരു കാര്യം കൂടി അതിൽ കിട്ടും കൊണ്ടായിരിക്കാം അവരങ്ങനെ കയറി പോണത്. പിന്നെ സാധാരണക്കാരനെ ഇപ്പം നഗരത്തിലായാലും നാട്ടിലായാലും ഒരാൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ എണീപ്പിക്കാൻ ആരും വരില്ല. അപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവന്നിട്ട് നിൽക്കുക എന്നല്ല. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിച്ച ആൾ ചിലപ്പോൾ നമുക്ക് എതിരെ കേസ് കൊടുക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ രക്തം വാർന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് തലവേദന ആവണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ അതും കൂടി ചിലപ്പോൾ ഈ വാർത്താ ന്യൂസത്തെ ചാനലുകാർക്ക് റിപ്പോർട്ടർമാർ
പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ആരെയാണ് പിടിക്കേണ്ടത്, ആരാണ്? ഒന്നാമത്തെ എന്താ പറയുക, ഈ മെയിനായിട്ടുള്ള ഈ നശിച്ച ഭരണമാണ് മെയിൻ പ്രശ്നങ്ങളിലേക്ക് ഓരോ ദിവസം ചെന്ന് നമ്മൾ ചാടുന്നത്. അപ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു മാറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഭരണത്തിൻ്റെ കാര്യം പോട്ടെ, അതിപ്പോൾ ഇനിയിപ്പോൾ പണ്ടൊന്നും കാര്യമില്ല അല്ലേ, വെറുതെ വളവളാന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ലോ. അപ്പോൾ ഈ സർക്കാരിന് ഒരുപാട് കാര്യങ്ങളും പൈസയും കാര്യങ്ങളൊക്കെ ഈ യാത്രക്കാരുണ്ടായി കൊടുക്കുമ്പോൾ അവരോട് മോശമായിട്ട് നമ്മൾ പെരുമാറുന്നത് ശരിയല്ല. അവരാണല്ലോ നമുക്ക് ദൈവം. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഇല്ലെങ്കിൽ എൻ്റെ ഒരു വാഹനത്തിൽ ഒരു ആൾ കയറുകയാണെങ്കിൽ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം അവർ 13 രൂപ തരികയാണെങ്കിൽ പോലും അവർ നമുക്ക് വലിയൊരു എന്താ പറയുക, ഒരു ദൈവത്തെ പോലെ തന്നെയാണ്. നമ്മളവരെ അടുത്ത് തട്ടിക്കയറാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നഷ്ടം? എന്നിട്ടും ലാഭത്തിൽ ഉള്ള KSRTC ബസ്സും കൂടി നഷ്ടമാണ് പറയുന്നത്. ഈ നഷ്ടം വരാനുള്ള ചാൻസ് എന്താ അറിയോ? ഒക്കെ കക്കാണ്. ഈ കക്ക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. ഇനിയിപ്പോൾ കക്കലിൽ വേറഞ്ഞ് സാഹിത്യമായിട്ട് പറയാൻ നിൽക്കാറില്ല. പിന്നെ അവിടുത്തെ ആ ഡിപ്പോയിലുള്ള ആൾക്കാരെ നിങ്ങൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് എന്താണ് ഡ്രൈവറെ ആ മുഖം കാണിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സാണ് ഇതൊരു അപകടം ഉണ്ടാക്കി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൈവറ്റ് ബസ്സിനെ മാപ്രക്കാർ കൂടിയിട്ട് മറ്റേ കിളി ചത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികൾ ചത്തു കഴിഞ്ഞാൽ ഉറുമ്പ് പൊതിയുന്നുണ്ടെങ്കിൽ ആ പക്ഷിയുടെ മേലെ അതേപോലെ അങ്ങോട്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവരെന്താ ഈ KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയും ഒന്നും ചോദ്യം ചെയ്യാതെ പിന്നെ അവർ മാത്രം സ്വയം എടുത്ത് ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനായിട്ട് കുറേ പൊട്ടന്മാരുണ്ട്. ഏത് പൊട്ടന്മാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി KSRTC ഒന്ന് കയറി പോയേക്കാം. എന്താണ് ഏതാണെന്ന് അറിയണമല്ലോ. വണ്ടി വരുന്നുണ്ട്. കുറേ നേരമായി കാത്തിക്കണു. അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. അതിൽ കയറിയിട്ട് എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. ഇറങ്ങുമോ ചേട്ടാ, ഇറങ്ങുമോ. നമ്മൾ പണ്ട് ക്ലീനർ പണിക്ക് പോയതുകൊണ്ടേ അടിപൊളി എൻ്റെ പള്ളി. അപ്പോഴേ ഞാൻ പ്രൈവറ്റ് ബസ് കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്താണ് ഇവരെ കാര്യങ്ങളൊക്കെ. അപ്പോഴേ സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ സീറ്റിലിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ KSRTCയിൽ ക്യാമറ ഉണ്ടോ? നമ്മുടെ ഈ സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് ബസ്സിൽ ക്യാമറ ഉണ്ട്. കാരണം അത് യാത്രക്കാർക്കും ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സംഭവം കൂടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ സാറ് പറയേണ്ട എല്ലാ വണ്ടിയിലും ക്യാമറ വെക്കണം, എല്ലാ വണ്ടിയിലും. ഇപ്പോൾ ഞാൻ പറയട്ടെ, മണ്ണാർക്കാടിൽ ഏകദേശം 1000 താഴെ ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ക്യാമറ ഉണ്ട്. അത്യാവശ്യം ഒരുങ്ങി വേറെ വന്നൊരു 100 വാഹനങ്ങളിൽ ബസ്സുകളിൽ മാത്രമാണ് ക്യാമറ ഇല്ലാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം എത്രത്തോളം പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം. അല്ലാതെ വെറുതെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാനിത് പ്രൈവറ്റ് ബസ് വരെ എനിക്ക് കാശും കാര്യങ്ങളും ഒന്നും തരുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഒരാളെ ഒരു സമൂഹത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ തരം താഴ്ത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ജനങ്ങളായാലും ആരായാലും നമ്മളതിന് കൂട്ടു നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നെല്ലിപ്പുഴയിൽ നിന്നാണ് കയറിയത്. അവിടുന്ന് 10 രൂപ. KSRTC ആണെങ്കിൽ മിനിമം ചാർജ് ഇപ്പോൾ 13-17 വാങ്ങും. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും KSRTCയിൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്ക് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് കയറണം. ഈ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കാൻ തന്നെ നല്ല രസമാട്ടോ. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം ഫീലിങ്. അതായത് KSRTCയിൽ മാതിരി കടപട സൗണ്ടും കിലുക്കവും ഒരു കുലുക്കവും അങ്ങനെയൊന്നുമില്ല. ഒരു സ്പ്രിങ് ആക്ഷൻ്റെ ഒരു രീതി. ഞാൻ ഇപ്പോൾ ഏകദേശം 10-15 വർഷത്തോളമായി ശരിക്കും പ്രൈവറ്റ് ബസ് കയറിയിട്ട് യാത്ര ചെയ്തിട്ട്. ശരിക്കും ഇത് യാത്രയല്ല, ഇത് ശരിക്കും ലോക്കൽ വിസിറ്റിംഗ് ആണെന്നും കൂടി പറയാം. അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കാട്ടോ. ഇനി ഇവിടുന്ന് KSRTC ബസ്സിന് പോകണം. കാക്കുൻ്റെ പേരെന്താ? സന്തോഷ്. എൻ്റെ പേര് മുരളി. അപ്പോൾ പോട്ടെ കണ്ടക്ടറേട്ടാ, പോട്ടെ. അപ്പോളേ അതാ ഇവിടുന്ന് നമുക്ക് പോകേണ്ട ബസ് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ബസ്സിലൊന്ന് പോയോക്കാം. വെറുതെ നമുക്ക് നെല്ലിപ്പുഴ കയറിയ എവിടെ നിന്നാണോ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ KSRTC ഡ്രൈവറൊക്കെ ആകെ ഇടങ്ങാറായിട്ടാണ് ഓടിക്കുന്നത്. കാരണം അതിൻ്റെ പിന്നെ ഇതൊക്കെ പോയിട്ടുണ്ടാവും, എൻഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് പോയോക്കാം അല്ലേ. 13 റുപ്യാണ്, എത്ര റുപ്യാണോ എന്നറിയില്ല. എന്തായാലും പോയോക്കാം. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ കുറവുണ്ട്. ഞാനും കയറാൻ കൂടുതൽ. അപ്പോഴേ ഞാൻ KSRTC കയറി. പക്ഷേ അതിൽ മിനിമം ചാർജ് 15 രൂപ, 25 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 25 രൂപയ്ക്ക് നമ്മുടെ KSRTCയിൽ ഈ പ്രൈവറ്റ് ബസ്സിലെ പോലെ അത്യാവശ്യം ഞാൻ ആദ്യം കാണിച്ചു തന്നു എത്ര വൃത്തിയുണ്ടോ അല്ലെങ്കിൽ വെടുപ്പുണ്ടോ, അതിൻ്റെ ഇന്നറും അതേപോലെ എൻ്റെ ലൈറ്റും അതേപോലെ ക്യാമറയും. നമ്മുടെ ബാക്കിൽ 2 ക്യാമറ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറയൊക്കെ ആ പിന്നെ KSRTC ബസ്സിലുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 25 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ KSRTC ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകതയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ KSRTCക്ക് പൈസ കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിൻ്റെ ഇഷ്ടം ഒന്ന് വേറെ തന്നെയാണ്. അതിങ്ങനെ വാഹനങ്ങളിങ്ങനെ കാണാനും അതേപോലെ നമുക്കിങ്ങനെ ഓരോ രീതിയിൽ ഓർമ്മകളിലേക്ക് പോകാനൊക്കെ പ്രൈവറ്റ് ബസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് ആ കുട്ടി പിന്നെ വീണ് മരിച്ചു എന്ന് പറഞ്ഞു KSRTCയിൽ. അപ്പോൾ ഒന്ന് ഞാൻ പറയട്ടെ, ഇവിടെ ഈ കമ്പി കൊടുത്തിട്ടുണ്ട്. ഈ കമ്പി കൊടുത്തതിൻ്റെ ഒരു അകലം വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല ബലത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ചില KSRTC ബസ്സിൻ്റെ കമ്പി ഒന്നും തീരെ ബലം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത്. കണ്ടക്ടറെ 10 റുപ്യ കൊടുക്കാം. കണ്ടക്ടറെ എത്ര മിനിമം ചാർജ്? 10. ഓ, അവർ പറഞ്ഞു കേട്ടോ 10 റുപ്യ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു KSRTC കയറി. അപ്പോൾ മിനിമം 25 രൂപ. അവരിങ്ങനെയൊക്കെ സ്റ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജനങ്ങൾ കയറുക? എന്തായാലും നമ്മുടെ പ്രൈവറ്റ് ബസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ യാത്രക്കാരോട് എത്ര പറഞ്ഞാലും നിങ്ങൾ ഈ ബസ്സിൻ്റെ വൃത്തി ഒന്ന് നോക്കണം. എന്ത് നല്ല വൃത്തിയാണ്. അതേപോലെ ദൈവഭക്തിയുള്ള ആൾക്കാരാണ്. എൻ്റെ അമ്മേ, അയ്യോ അയ്യോ. ഈ KSRTC ബസ്സിൽ നിങ്ങൾ ഈ ഇതേമാതിരി വല്ല ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ചേട്ടൻ്റെ പേരെന്താ? അനീഷ്. ആ, എങ്ങനെയുണ്ട് പ്രൈവറ്റ് ബസ് ഓടിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, KSRTC പ്രൈവറ്റും കൂടി ഒരു ഇതാ ചോദിക്കണത്. അല്ല, അവര് പിന്നാലെ വരിക അങ്ങനെ വല്ലതും ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? എന്തായാലും ഞാൻ പറയുമ്പോൾ ഉണ്ടല്ലേ, മഞ്ചേരി കോഴിക്കോട് അല്ലേ? അപ്പോളേ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ പ്രൈവറ്റ് ബസ് പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെയാണ്. സത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ ഏകദേശമൊക്കെ ബസ് പണി എടുത്ത ആൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം പണിയെടുത്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ. മൂപ്പര് ഞാനും കൂടി ഒപ്പം പണിയെടുത്താണ് ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം. നിങ്ങൾ മൂപ്പര് അറിയാത്ത മാതിരി നിൽക്കുക. അപ്പോൾ ഇത് ഞാനും മൂപ്പരും കൂടി ഒപ്പം പണിയെടുത്ത ആളാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു എന്താ പറയുക കണ്ടന്റ്. അത് എന്തായാലും ഞാൻ നിങ്ങളോട് സജഷൻ പറയാമെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് പോകാൻ ഇഷ്ടം. അതാവുമ്പോൾ നമുക്ക് നമ്മുടേതായ ഓർമ്മകളിലേക്ക് പോവാം. ഇതൊക്കെയാണ് ശരിക്കും ഉള്ളൊരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ KSRTCനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്തായാലും സൂക്ഷിച്ചും കണ്ടുകൊണ്ട് നടക്കുക. ജീവനും നിങ്ങളുടെ കയ്യിലുള്ളതാണുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ നിർത്തുകയാണ്. എന്തായാലും കാണാം. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അവിടെ കണ്ടില്ലേ നിങ്ങൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ കുടുംബത്തിന് മരിച്ചുപോയ ആ കുട്ടിക്ക് ആദരാഞ്ജലികൾ എൻ്റെ ചാനലിൻ്റെ വക. വളരെ വലിയ ദുഃഖം തന്നെയാണ്. നമുക്കും ഉണ്ട്, കുട്ടികളും എല്ലാവരും ഉണ്ട്, സ്നേഹങ്ങളും ബന്ധങ്ങളും എല്ലാവരും ഉണ്ട്.
അപ്പോൾ നമ്മളെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, മെയിനായിട്ട് ഈ ബസ്സുകളിൽ സാധാരണ സ്ത്രീകൾ ഫ്രണ്ടിൽ പോയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ പോയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നടു സീറ്റിൽ സെൻറ്റർ ഭാഗത്ത് നിങ്ങൾ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഫുട്പാത്ത് കൂടെ നടന്നു പോവുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ലൈഫ്, സന്തോഷം, അത്രേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റേതായൊരു ജോലി എന്നും കൂടിയും പറയാം. ഇനിയിപ്പോൾ ആരാവും എന്താവും എങ്ങനെയാവും എന്നല്ല കേട്ടോ. നമുക്കൊക്കെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ, കുറച്ച് സമയം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണോ, എന്തൊക്കെ പറയണു, നമ്മൾ എന്തൊക്കെ ടെൻഷൻ അടിക്കണോ. ടെൻഷന് ഒന്നിനും ഒരു കാര്യമല്ല. നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കാതെ ജീവിതം ഇതാണ് എന്നുള്ളൊരൊറ്റ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. അത്രമാത്രം ഞാൻ പറയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ജീവിതം ആവട്ടെ, നല്ല ചിന്തകൾ ഉണരട്ടെ, നല്ല പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ. അപ്പോൾ വൈകുന്നേരം 6-6:30 മണിയായിട്ടോ. എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടുന്ന് തന്നെ നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ വീണ്ടും നാളെ ഒരു യാത്രാക്കുറിപ്പുമായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ പിന്നാലെ വരും. എന്തായാലും നടന്നിട്ട് നടുപൊടിഞ്ഞു എന്ന് പറയില്ലേ, ശരിക്കും പണിയെടുത്തിട്ടാണ് ഇതിൽ അധ്വാനിച്ചിട്ടാണ് നടുപൊടിഞ്ഞെന്ന് പറയും. ഇത് നടന്നിട്ടാണ്. ഈ നടക്കാത്തവർക്കുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നടക്കണം, മെയിനായിട്ടൊക്കെ ഈ വാഹനങ്ങളിൽ പോകുമ്പോൾ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകണില്ല. അധികാരമോ പദവിയോ ഓസ്കാറോ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒന്നും നമ്മളൊരു നഖം വെട്ടി പോലും കൊണ്ടുപോകില്ല. എന്തായാലും ഇനി നാളെ കാണാം. എന്തെങ്കിലുമൊക്കെ നാളെ കിട്ടൂലേ. പക്ഷേ വല്ലാത്തൊരു ദുഃഖം തോന്നാണ്. ഇപ്പോ ആരും ദുഃഖം കാണാൻ വരില്ല, സന്തോഷം മാത്രമേ കാണാൻ വരുള്ളൂ. കാരണം ദുഃഖത്തിൽ പങ്കുചേരാൻ ഇപ്പൊ ആളുകൾ കുറവാണ്. എന്നാൽ സന്തോഷത്തിൽ പങ്കുചേരാൻ 10,000 ആളുകൾ വരും.